ഹലോ ഗൈസ്, നമ്മളിന്ന് നോമ്പ് തുറന്നിട്ട് നേരെ ലുലു മാളിലോട്ട് പോകാനുള്ള ചെറിയൊരു പരിപാടിയാണ്. ഇന്ന് എന്തായാലും ജിമ്മിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം എന്തായാലും തിരിച്ചു വരുമ്പോൾ നല്ല ലേറ്റ് ആവും. അപ്പോഴത്തേക്ക് ജിമ്മൊക്കെ അടച്ചു കാണും. പുറത്ത് നല്ല മഴയായതുകൊണ്ട് കാർ എടുത്തിട്ടാണ് ഇറങ്ങിയത്. വരാൻ പോണത് വീക്കെൻഡും കൂടെയാണ്, പോരാത്തതിന് ഓഫീസ് വിട്ട ടൈമും കൂടെയാണ്. റോഡിൽ നല്ല ട്രാഫിക് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ മഴയും ഇടിച്ചു കുത്തി പെയ്യണം. ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് പോണ വഴിക്ക് ഫ്രണ്ടിനെ ഓഫീസിൽ നിന്ന് പിക്കപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാൻ പോകണം. ഫുഡ് അടിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ രണ്ടുപേർക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഹെവി ആയിട്ട് കഴിക്കണമെങ്കിൽ രണ്ടുപേർക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, മന്തി. മന്തി എന്ന് പറയുമ്പോൾ നല്ല ബീഫ് മന്തി. അത് കഴിക്കാനായിട്ട് നേരെ മന്തി മനസ്സിലോട്ട് മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ എന്തായാലും ലുലു മാളിലോട്ട് പോകണം. ഗൈസ്, അങ്ങനെ നമ്മൾ ലുലു മാളിൽ കയറി. ഇനി നമുക്ക് നേരെ ലുലു കണക്റ്റിലോട്ട് പോകണം. ലുലു കണക്റ്റിൽ എന്ന് ഇറങ്ങിയപ്പോൾ അവിടെ സൈഡിലായിട്ട് ജാവയുടെ പുതിയ വേർഷൻസ് ഇരിപ്പുണ്ടായിരുന്നു. പുതിയ ജാവ എന്തായാലും ലുക്ക് വൈസ് നൈസ് ആയിട്ടുണ്ട്. ലുലു കണക്റ്റിൽ വന്നത് ഒരു കൂളർ മേടിക്കാനായിരുന്നു. അപ്പോൾ അതും പൊക്കി അടുത്ത് നേരെ വീട്ടിലോട്ട്. വീട്ടിൽ നല്ല ഒറട്ടിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ച് ഇന്നത്തെ ഡേ എൻഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഞാൻ ഈ പൊക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളയാണിയുടെ നടുക്കൂടെയാണ്. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെന്ന് വെച്ചാൽ വഴിതെറ്റി വന്നതാണ്. വഴിതെറ്റി വന്നത് എന്തായാലും നന്നായി, കാരണം വെള്ളയാണിയൊക്കെ വന്നിട്ട് കുറേ നാളായി. നട്ടുച്ച വെയിലായതുകൊണ്ട് നല്ല ഡീഹൈഡ്രേഷൻ അടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും നമ്മൾ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് അവിടെ നിന്ന് സ്കൂട്ടായി. ആ കാണുന്നതാണ് വെള്ളയാണിയിലെ കിരീടം പാൽ. അറിഞ്ഞൂടാത്തവർക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈവനിങ് ആയപ്പോൾ ജിമ്മിലോട്ട് വന്ന് കയറി വർക്കൗട്ടും തുടങ്ങി. ഇന്നത്തെ വർക്കൗട്ട് ചെസ്റ്റും ട്രൈസെപ്സും ആണ്. എല്ലാ വർക്കൗട്ടും നല്ല ലോഡ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഫാസ്റ്റിങ്ങിലായതുകൊണ്ട് ഡയറ്റ് വലുതായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഈ ഫാസ്റ്റിങ്ങിന് നല്ല ഓട്ടവും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയറ്റും പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റിയില്ല. വർക്കൗട്ടൊക്കെ കഴിയാറായപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച്, ജിമ്മിൽ പുതിയ ഡംബൽസ് ഒക്കെ വന്നായിരുന്നു. 40 kgsന്റെയും 50 kgsന്റെ ഒക്കെ ഡമ്പൽ വന്നായിരുന്നു. 40 kgsന്റെ ഡമ്പൽ എടുത്ത് സ്ട്രക്സ് ചെയ്തായിരുന്നു, 50 kgsന്റെയും ചെയ്തായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തില്ല. വീട്ടിൽ വന്നിട്ട് കുറെ ഫ്രൂട്ട്സും അപ്പം മുട്ടക്കറിയും കഴിച്ച് ഇന്നത്തെ ഡേ നമുക്ക് എൻഡ് ചെയ്യാം.